സ്വാഗതം ടോപ്പ് 10ലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ കേരളത്തിലെത്തിയ SIR-നെതിരെ പഴികൾ ഏറെയായിരുന്നു. BLOയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ജോലി സമ്മർദ്ദം ഏറ്റുന്നു എന്ന പരാതിയും ഇപ്പോൾ വ്യാപകം. ഇതിനെതിരെ സംസ്ഥാനമൊട്ടാകെ BLOമാർ പ്രതിഷേധിക്കുന്നത് ഇന്ന് കണ്ടു. ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ നിലപാടുകളും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് അവർ പറയുന്നത്. SIR-ലെ സമ്മർദ്ദത്തിന് പിന്നിലെ രാഷ്ട്രീയവും ചർച്ചയായി കഴിഞ്ഞു. നോക്കാം ആദ്യം ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. സമ്മർദ്ദത്തിൽ പരക്കെ പ്രതിഷേധം. BLO അനീഷിന്റെ ആത്മഹത്യയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. CPM-ന് പങ്കുണ്ടെന്ന് കോൺഗ്രസ്, നിഷേധിച്ച MV ഗോവിന്ദൻ. ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ നിലപാടുകളും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് BLOമാർ അമൃത ന്യൂസിനോട്. ജനങ്ങൾ എന്താണ് ഈ പറയുന്ന BLOമാർ വരുമ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ബോധവൽക്കരണമോ ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ട്യൂട്ടോറിയലോ പോലും ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. കോഴിക്കോട് കോർപ്പറേഷൻ UDF സ്ഥാനാർത്ഥി VM വിനുവിന് വോട്ടില്ല. തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അനാവശ്യ രാഷ്ട്രീയ ഇടപെടലെന്ന് ഹൈക്കോടതി. തെളിവ് തേടി വിശ്വാസ വഴിയെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന നടത്തിയ SIT. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും കട്ടിളപ്പാളികളും ഇളക്കി സാമ്പിളുകൾ ശേഖരിച്ചു. നടപടി സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം പരിശോധിക്കാൻ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമിട്ട് ശബരിമല നട തുറന്നു. ഭക്തജനത്തിരക്ക്. ശിക്ഷിച്ച നാട് സംരക്ഷിച്ച ഇന്ത്യ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മുൻ ആഭ്യന്തരമന്ത്രിക്കും വധശിക്ഷ വിധിച്ച കുറ്റകൃത്യ ട്രിബ്യൂണൽ. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തു എന്ന് കണ്ടെത്തൽ. കൂട്ടക്കൊല, വധശ്രമം, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തി. പാർട്ടിയെ തകർക്കാൻ ശ്രമമെന്ന ഷെയ്ഖ് ഹസീന. പ്രതിഷേധവുമായി അവാമി ലീഗ്. ബംഗ്ലാദേശിലെ സമാധാനവും ജനങ്ങളുടെ താൽപര്യവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് ഇന്ത്യ. കരുതൽ കാത്തു. ചെങ്കോട്ട സ്ഫോടനം നടത്തിയ ഭീകരർ ലക്ഷ്യമിട്ടത് വൻ ആക്രമണമെന്ന് NIA. ഡ്രോൺ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടു എന്ന അന്വേഷണ സംഘം. കേസിൽ ഒരു ശ്രീനഗർ സ്വദേശി കൂടി അറസ്റ്റിൽ. അമീർ റാഷിദ് അലി 10 ദിവസം NIA കസ്റ്റഡിയിൽ. ഓപ്പറേഷൻ സിന്ദൂർ ഒരു സൂചന മാത്രമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ദാരുണം. മക്കയിൽ വാഹനാപകടത്തിൽ 45 ഇന്ത്യൻ ഉംറ തീർത്ഥാടകർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ഹൈദരാബാദിൽ നിന്നുള്ള സംഘം. മരിച്ചവർ ഏറെയും സ്ത്രീകളും കുട്ടികളും. തിരിച്ചറിയൽ നടപടികൾ വൈകും. അനുശോചിച്ച രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ. താൽപര്യം സംശയകരം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പ്രതികളായ R ചന്ദ്രശേഖരനും PA രതീഷിനും സംരക്ഷണം എന്തിനെന്ന് കോടതി. TP ചന്ദ്രശേഖരൻ TP വധക്കേസിൽ CPM നേതാവ് ജ്യോതി ബാബുവിന് എളുപ്പത്തിൽ ജാമ്യം നൽകാനാകില്ല എന്ന് സുപ്രീം കോടതി. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത ഇടക്കാല ജാമ്യം നൽകണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. അനുഗ്രഹവുമായി അമ്മ. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇറ്റലിയിലെ പിയാസെൻസയിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സ്നേഹോഷ്മള വരവേൽപ്പ്. അന്താരാഷ്ട്ര അക്കാദമിക് സഹകരണങ്ങളുടെ ഭാഗമായി ഇറ്റലിയിലെ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി അമൃത വിശ്വവിദ്യാപീഠം ധാരണാപത്രം ഒപ്പിട്ടു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ 2ാം ടെസ്റ്റിൽ ശുഭ്മൻ ഗിൽ കളിക്കില്ല. പരിക്ക് ഭേദമാകാൻ സമയമെടുക്കുമെന്ന് റിപ്പോർട്ട്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരെ 1ാം ഇന്നിംഗ്സ് ലീഡിനായി മധ്യപ്രദേശ് പൊരുതുന്നു.
ഭരണത്തുടർച്ച ആഘോഷമാക്കും. ബീഹാറിൽ നിതീഷ് കുമാർ മന്ത്രിസഭ വ്യാഴാഴ്ച അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 3 ഉപമുഖ്യമന്ത്രിമാർ. LJPക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകും. HAM, RLM പാർട്ടികൾക്ക് MLA-മാരുടെ എണ്ണം അനുസരിച്ച് മന്ത്രി പദവി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. സ്റ്റോറി ഓഫ് ദി ഡേ. ആകെ വെറൈറ്റി, എല്ലാം ആസ്വാദ്യം. SIR-നെതിരെ പഴികളേറുന്നു. BLOയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ജോലി സമ്മർദ്ദം താങ്ങാനാകുന്നില്ല എന്ന് വ്യാപകമായി പരാതി ഉയരുന്നു. സംസ്ഥാനമൊട്ടാകെയുള്ള BLOമാർ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്നാൽ അനീഷിന്റെ ആത്മഹത്യ ജോലി സമ്മർദ്ദത്താൽ മാത്രമല്ല എന്ന് പറഞ്ഞ് CPM-ന്റെ പങ്കും ആരോപിക്കുകയാണ് കോൺഗ്രസ്. കണ്ണൂരിലെ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനൊപ്പം സംസ്ഥാന വ്യാപകമായി BLOമാർ പ്രതിഷേധവും സംഘടിപ്പിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് കഴുത്തിൽ കുരുക്കുമുറുക്കിയാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. NGO അസോസിയേഷന്റെ പ്രതിഷേധം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയനും ജോയിന്റ് കൗൺസിലും സംയുക്തമായി നടത്തിയ മാർച്ചിലും നിരവധി ജീവനക്കാർ പങ്കെടുത്തു. കോഴിക്കോട് കലക്ടറേറ്റിൽ NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചേവായൂർ വില്ലേജ് പരിധിയിലെ BLOയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. BLOയുടെ ആത്മഹത്യയിലും ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതിനുമെതിരെ ഇടത് സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറേറ്റിൽ പ്രതിഷേധം നടന്നു. BLOയുടെ ആത്മഹത്യയിൽ CPM-ന് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. BLOയുടെ ആത്മഹത്യ വളരെ ഗൗരവതരമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കും. അതിൽ CPM പ്രവർത്തകരുടെ പങ്കുകൂടി ഉണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത്. കോൺഗ്രസിന്റെ BLOയെ ഈ SIR-ന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ BLO കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളെ. BLOമാർക്കുമേൽ രാഷ്ട്രീയ പക്ഷാപാത സമ്മർദ്ദമുണ്ടെന്നും SIR-ലെ നിലവിലെ നടപടികൾ പ്രായോഗികമല്ല എന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. അദ്ദേഹത്തിന് ജോലി ഭാരം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ BLA കൂടെ കൂട്ടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ CPM-ന്റെ BLA ഭീഷണിപ്പെടുത്തുകയും അപ്പോൾ ജോലി ഭാരത്തിൻ്റെ ടെൻഷനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഈ ഭീഷണിയുമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത്. ആ സംഭവം ഏറെ പ്രതിഷേധാർഹമാണ്. അതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം വേണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്നാൽ കോൺഗ്രസിന്റെ ആരോപണങ്ങളെ പാടെ നിഷേധിക്കുകയാണ് CPM നേതാക്കൾ. BLOയുടെ മരണത്തിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമെന്ന് ആരോപിക്കുന്നത് BJPയെ സഹായിക്കാനാണെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അനീഷിന്റെ മരണത്തിൽ പ്രാദേശിക ഭീഷണിയുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരിക്കുമെന്ന് EP ജയരാജനും പ്രതികരിച്ചു. CPIM ഇടതുപക്ഷ മുന്നണിക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇവരുടെ മേലെ നടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നത് ഇലക്ഷൻ കമ്മീഷണർക്ക് നേരെയാണ്. അല്ലാണ്ട് ഈ പാവം BLOനെതിരായിട്ട് എന്ത് സമ്മർദ്ദമാണ് ഞങ്ങൾ ചെലുത്തേണ്ടത്? ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ആ സമ്മർദ്ദമല്ലേ ഞാൻ പറഞ്ഞത്. അത് സുപ്രീം കോടതി വരെ പോകുന്നത് സമ്മർദ്ദത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടാണ്. അത് നിർബന്ധപൂർവ്വം നടപ്പിലാക്കണം തീരുമാനിക്കുന്നതിന് രാഷ്ട്രീയ നേതൃത്വമായിട്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് BJPയുടെ നിലപാടിനെതിരായിട്ടാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇത്രമാത്രം അസംബന്ധം പ്രചരിപ്പിക്കാൻ പരിശീലനം നേടിയൊരു പാർട്ടി വേറെയുണ്ടോ? ഇതാണോ അവർ ചെയ്യേണ്ട ശരിയായ നിലപാട്? ആ കുടുംബത്തിൻ്റെ മരണപ്പെട്ടുപോയ ജീവനക്കാരൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളും പറഞ്ഞില്ലേ, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ജോലിയുടെ ഭാരം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടലില്ല എന്ന് ആ ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞില്ലേ. ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ നിലപാടുകളും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ബൂത്ത് ലെവൽ ഓഫീസർമാർ പറയുന്നു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നടത്തുന്ന വിവരശേഖരണത്തിന്റെ പേരിൽ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരുന്നുണ്ട്. കണ്ണൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കിയ സംഭവത്തെ തുടർന്നാണ് പേര് വിവരങ്ങൾ പുറത്തു പറയാൻ പോലും പേടിയുള്ള BLOമാർ അവരുടെ ബുദ്ധിമുട്ടുകൾ അമൃത വാർത്തകളോട് പങ്കുവച്ചത്. ജോലി സമ്മർദ്ദവും മൂലം ഏറെ കഷ്ടപ്പാടിലാണ് BLOമാർ. അവർക്ക് പറയാനുള്ളത് അവർ തന്നെ പറയും. പക്ഷേ ഇവർക്കൊന്നും തന്നെ അവരുടെ ജോലിയെ ബാധിക്കും എന്നുള്ളതിനാൽ അവർക്ക് മുഖം കാണിച്ചുകൊണ്ടുള്ള ഒരു ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ അവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. BLO എന്ന രീതിയിൽ ഡ്യൂട്ടി ചെയ്യാൻ ഞങ്ങൾ വില്ലിങ് ആണ്, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തുകൊള്ളാം. പക്ഷേ അതിന് നമുക്ക് ഡ്യൂട്ടി ചെയ്യുന്നതിന് നമുക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ സ്ട്രെസ്സും പ്രഷറും
ഒന്നത്. രണ്ടെന്ന് പറയുന്നത്, നാളെ ഈ വോട്ടർ പട്ടികയിൽ നിന്നും ഏതെങ്കിലും ഒരു വോട്ടറുടെ പേര് അബദ്ധത്തിലോ എന്തായാലും മനഃപൂർവ്വം എന്തായാലും ഒരാളുടെയും വോട്ടർ പട്ടികയിൽ പേര് വെട്ടത്തില്ല, അബദ്ധത്തിലെങ്ങാണ് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ വെറുതെ ഇരിക്കുമെന്ന് സുഹൃത്തിന് തോന്നുന്നുണ്ടോ? ഇല്ല, അവരെന്തായാലും എന്ത് ചെയ്യും? ഇതിന് കാരണക്കാരൻ ഇന്ന ഉദ്യോഗസ്ഥനാണ്, ആ ഉദ്യോഗസ്ഥൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ്റെ മതമോ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ്റെ മറ്റ് സമുദായങ്ങളോ പറഞ്ഞുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരെ വേട്ടയാടുന്നത്. കേരളീയ സമൂഹമാണ്, അതങ്ങനെ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ അവസാനം ശ്രദ്ധിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള മരണങ്ങൾ, ദാരുണമായ സംഭവങ്ങൾ വരുമ്പോഴാണ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ശ്രദ്ധിക്കപ്പെടുന്നത്. എനിക്ക് ഏകദേശം 1400-ലധികം വോട്ടർമാരുള്ള ഒരു ബൂത്താണ് എൻ്റേത്. അപ്പോൾ അത് ഈ പറയുന്ന 4-ാം തീയതി മുതൽ തുടങ്ങി ഇപ്പം പിന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്നിരിക്കുന്നത് ഇന്നലെ 100% കംപ്ലീറ്റ് ആക്കണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ഇവരെ കണ്ട് ഇത് എന്താണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ കൊണ്ട് ഒരു 6 മാസം കൊണ്ട് ചെയ്യേണ്ടുന്ന ജോലി ഞങ്ങളെക്കൊണ്ട് 1 മാസം കൊണ്ട് ചെയ്യിക്കുക. ഇത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ആ സമയദൈർഘ്യം തരണം. ഒരു 6 മാസം കൊണ്ട് ചെയ്യേണ്ട പണിയാണ് ഞങ്ങളെക്കൊണ്ട് 1 മാസം കൊണ്ട് ചെയ്യിക്കുന്നത്. മുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നമ്മളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ സംസാര ഭാഷ ശരിയല്ല. സംസാരിക്കുന്നതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നു. അത്തരത്തിൽ നേരിട്ടൊരു പ്രശ്നമുണ്ട്. അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് നേരിട്ടൊരു പ്രശ്നമുണ്ട്. അത് പറയുമ്പോൾ ഞാൻ ആ ആളിൻ്റെ പേര് ഉൾപ്പെടെ എടുത്ത് പറയേണ്ടി വരും. അത് പറയുമ്പോൾ അത് അവരെ ബാധിക്കുന്നത്. അവർക്ക് മുകളിൽ നിന്ന് പ്രഷർ വന്നിട്ടായിരിക്കുമല്ലോ അവരെൻ്റെ അടുത്ത് അങ്ങനെ പറയണമെങ്കിൽ. ഞാൻ അന്ന് രാത്രിയിൽ ഉറങ്ങിയില്ല. ഉറങ്ങാതിരുന്നിട്ടാണ് ഞാൻ ഈ മൊത്തം ഡേറ്റയും അത് ചെയ്തത്. അവിടെ നേരത്തെ ഒരു അംഗൻവാടിയിലെ ഒരു ചേച്ചിയായിരുന്നു BLO. ആ ചേച്ചി മാറ്റിയിട്ടാണ് എന്നെ അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ജീവനക്കാരെ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് ഇതുപോലെ നടപടിയെടുക്കാം. അംഗൻവാടി ജീവനക്കാർക്കെടുത്താകുമ്പോൾ ഇതുപോലെ നടപടിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതായിരിക്കും ഉദ്ദേശം എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇവരുടെ ജോലി സമ്മർദ്ദം കുറച്ചുകൊണ്ട് ഇവർക്ക് കൃത്യമായ ജോലി ചെയ്യുന്നതിനാവശ്യമായ ഒരു സമയദൈർഘ്യം കൊടുക്കണം, ജോലി എളുപ്പമാക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കി നൽകണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആവശ്യം. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. വൈഷ്ണവ വിവാദം കെട്ടടങ്ങും മുമ്പ് കോഴിക്കോട് കോർപ്പറേഷൻ UDF മേയർ സ്ഥാനാർത്ഥിയായ സംവിധായകൻ VM വിനുവിനും മത്സരിക്കാനാകില്ല എന്ന മറ്റൊരു വാർത്ത വരുന്നു. പുതിയ പട്ടികയിൽ VM വിനുവിന്റെ പേരില്ല. കല്ലായി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായി വിനു പ്രചരണം തുടങ്ങിയിരുന്നു. കേരളത്തിലും വോട്ട് ചോരി നടക്കുന്നുണ്ടെന്നും ഹൈക്കോടതിയെ സമീപിക്കും എന്നൊക്കെയാണ് UDF ജില്ലാ നേതൃത്വം പറയുന്നത്. ഇന്ത്യൻ പൗരനായ തന്റെ വോട്ട് നിഷേധിക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്നാണ് VM വിനു ചോദിക്കുന്നത്. പുതിയ വോട്ടർ പട്ടികയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ UDF മേയർ സ്ഥാനാർത്ഥിയും സംവിധായകനുമായ VM വിനുവിന്റെയും ഭാര്യയുടെയും പേരില്ലാത്തത്. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് VM വിനുവെന്ന് UDF കോഴിക്കോട് ജില്ലാ നേതൃത്വം പറഞ്ഞു. CPM-ഉം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും ചേർന്ന് ഗൂഢാലോചന നടത്തുകയാണ്. കേരളത്തിലും വോട്ട് ചോരി നടക്കുന്നുവെന്നാരോപിച്ച നേതാക്കൾ കലക്ടർക്ക് പരാതി നൽകി. നാളെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. VM വിനുവിനെ അറിയാത്തൊരാരും ഈ നഗരത്തിലില്ല. അദ്ദേഹത്തിന്റെ പേർ ഇന്ന് വോട്ടർ പട്ടികയില്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഏറ്റവും നടന്ന ഇലക്ഷനിൽ അദ്ദേഹം വോട്ട് ചെയ്തതിന്റെ സ്ലിപ്പാണിത്. ഇതിനെതിരെയുള്ള നിയമ പോരാട്ടം ഞങ്ങൾ ആരംഭിക്കാൻ പോകണം. ഹൈക്കോടതി ഞങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ശ്രീ VM വിനുവിന് നീതി കിട്ടുമെന്നും അദ്ദേഹം കല്ലായി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായി UDF വേണ്ടി മത്സരിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങളത്. 45 വർഷമായി എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാറുണ്ടെന്നും ഇന്ത്യൻ പൗരനായ തന്റെ വോട്ട് കളയാൻ ആർക്കാണ് അധികാരമുള്ളതെന്നും VM വിനു ചോദിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലെ 76 വാർഡുകളിലും താൻ പ്രചരണത്തിനിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. 45 വർഷമായിട്ട് ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പും വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനും എൻ്റെ വൈഫും എൻ്റെ ഫാമിലി എല്ലാം തന്നെ. എൻ്റെ വോട്ട് നിശ്ചയിക്കാനുള്ള അവകാശം ആർക്കുമില്ല. എൻ്റെ വാർഡിൽ മാത്രമല്ല, ഇലക്ഷൻ കഴിയുന്നവരെ 76 വാർഡുകളിലും ഞാൻ ഇറങ്ങിയിരിക്കുന്നു. എനിക്ക് എൻ്റെ കോഴിക്കോട് നഗരം തിരിച്ചു പിടിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയിരിക്കും. കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു സംവിധായകൻ VM വിനു. കല്ലായി വാർഡിൽ നിന്നും മത്സരിക്കുന്ന മേയർ സ്ഥാനാർത്ഥി കൂടിയായ വിനു ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരുന്നു. ഇതിനിടെയാണ് കോൺഗ്രസിന് ഈ തിരിച്ചടിയുണ്ടായത്. അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഇന്നുണ്ടായി. ഈ മാസം 20-നകം ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് കരുതുന്നുവെന്നും സത്യം വിജയിക്കുമെന്നും വൈഷ്ണവ് പ്രതികരിച്ചു.
വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരായ വൈഷ്ണയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത്. വോട്ടർ പട്ടികയിൽ നിന്നും പേരുവെട്ടിയ നടപടിയെ വിമർശിച്ച കോടതി അനാവശ്യ രാഷ്ട്രീയം മാത്രമാണിതെന്നും വ്യക്തമാക്കി. വൈഷ്ണ സുരേഷിനെതിരെ പരാതി നൽകിയ CPMന്റെ നടപടിയെയാണ് ഹൈക്കോടതി വിമർശിച്ചത്. ഈ മാസം 20-നകം കേസ് തീർപ്പാക്കണമെന്നും വൈഷ്ണ നൽകിയ അപ്പീലിൽ 2 ദിവസത്തിനകം ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. കോടതിയിലും നിയമങ്ങളിലും വിശ്വസിച്ച് മുന്നോട്ടു പോകുമെന്നായിരുന്നു വൈഷ്ണ സുരേഷ് പ്രതികരിച്ചത്. അനുകൂലമായിട്ടൊരു വിധി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം സത്യം ജയിക്കും എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസം. കോടതിയുടെ നിർദ്ദേശങ്ങൾ CPMനുള്ള താക്കീതാണെന്നും വൈഷ്ണ സുരേഷിനെ കേരളമാകെ ഏറ്റെടുത്തുവെന്നും കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ പറഞ്ഞു. എന്തായാലും ഒരു നന്ദി ഞാൻ ഇത് ചെയ്ത ആളുകളോട് പറയുകയാണ്. ഇത് കാരണം മുട്ടടയും തിരുവനന്തപുരം മാത്രം അനുദിരുന്ന വൈഷ്ണയെ ഇന്ന് കേരളം ഒന്നടങ്കം ഏറ്റിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം ജയിക്കാൻ പോകുന്ന കോർപ്പറേഷൻ സീറ്റ് വൈഷ്ണയുടെയാണ്. വൈഷ്ണയുടെ വോട്ട് വെട്ടിയതിൽ CPMന് പങ്കില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി V ജോയ് പ്രതികരിച്ചു. വെട്ടിയതുമായി CPMന് ഒരു ബന്ധവുമില്ല. ഇലക്ഷൻ കമ്മീഷനാണ് ആ തീരുമാനമെടുത്തത്. അത് ഞങ്ങൾ ഒരു കള്ള വോട്ടിനെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വോട്ട് വിവാദത്തിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് CPM മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ് കുമാർ പരാതി നൽകി. വൈഷ്ണയുടെ പരാതിയിൽ ഹിയറിംഗിന് വിളിക്കുമ്പോൾ തന്റെ ഭാഗം കൂടി കേൾക്കാതെ അന്തിമ തീരുമാനം സ്വീകരിക്കരുതെന്ന് ധനേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനിയുമേറെ തെളിയാനുണ്ട്. സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘം നിർണായക പരിശോധനയിലാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ അളവും തൂക്കവും പരിശുദ്ധിയുമൊക്കെ പരിശോധിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികൾ കടത്തിയ സ്വർണത്തിന്റെയും ശബരിമലയിൽ വിജയമല്യ 2009 പൊതിഞ്ഞ സ്വർണത്തിന്റെയും അളവും തൂക്കവും പരിശുദ്ധിയും താരതമ്യം ചെയ്ത് കൃത്യമായ വിവരം കണ്ടെത്തി രേഖപ്പെടുത്തുന്നതിനാണ് പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം വിദഗ്ധരുമായി ശബരിമലയിലെ ശ്രീകോവിലിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ ഇളക്കി പരിശോധിച്ചത്. ആദ്യം ശ്രീകോവിലിന്റെ ഭിത്തിയുടെ മൂലകളിലെ തൂണുകളിൽ പതിപ്പിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികളാണ് ഇളക്കിയത്. തുടർന്ന് കട്ടിളയുടെ പാളികളും ഇളക്കി മാറ്റി തൂക്കവും പരിശുദ്ധിയും പരിശോധിച്ചു. ദ്വാരപാലക ശില്പങ്ങളുടെ പീഠവും ഇളക്കി മാറ്റി പരിശോധന നടത്തി. സന്നിധാനത്ത് പ്രത്യേക മുറി സജ്ജീകരിച്ചായിരുന്നു പരിശോധന. കേസിൽ നിർണായക തെളിവാകുന്ന പരിശോധന ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത്. ഗോൾഡ് സ്മിത്ത് വിദഗ്ധരാണ് പരിശോധന നടത്തിയത്. പരിശോധനയുടെ വിവരങ്ങൾ അടുത്ത ദിവസം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമലയുടെ ഖ്യാതി ഇല്ലാതാക്കാൻ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നതായി മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ. ശബരിമലയിൽ കുടിവെള്ളവും ഭക്ഷണവും പോലും ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയുടെ യശസ് നശിപ്പിക്കാൻ, അതുപോലെ തന്നെ അതിൻ്റെ ഖ്യാതിയും സൽപ്പേരും ഒക്കെ ഇല്ലാതാക്കാൻ ചില ശക്തികൾ ഈ ശബരിമലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളോളമായി നടന്നിരിക്കുന്ന ഓരോ സംഭവങ്ങളും വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അതാണ്. അതുകൊണ്ട് ഭരണകർത്താക്കൾ, ദേവസ്വം ബോർഡ് അധികാരികൾ, സർക്കാർ എല്ലാവരും നിതാന്ത ജാഗ്രതയോടുകൂടി ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അടിയന്തര നടപടികൾ, ശക്തമായ നടപടികൾ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട തുറന്നതോടെ വലിയ തിരക്കാണ് സന്നിധാനത്ത്. വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് ശബരിമല മാളികപ്പുറം ക്ഷേത്ര നട തുറന്നത്. രാഷ്ട്രപതിയുടെ പേരിലാണ് ആദ്യ നെയ്യഭിഷേകം നടത്തിയത്. തുലാമാസ പൂജാവേളയിൽ രാഷ്ട്രപതി എത്തിയിരുന്നുവെങ്കിലും അന്ന് നെയ്യഭിഷേകം നടത്താൻ സാധിച്ചിരുന്നില്ല. ശരണഘോഷമുഖരിതമായ അന്തരീക്ഷത്തിൽ പുലർച്ചെ 3-ന് തന്ത്രി ഖണ്ഡരർ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ പുതിയ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയാണ് ശബരിമല നട തുറന്നത്. പുതിയ മേൽശാന്തി മനു നമ്പൂതിരി മാളികപ്പുറം നടയും തുറന്നു. മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി നട തുറന്നതോടെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിലവിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ഭക്തരുടെ ബുക്കിംഗ് അടുത്ത മാസം 2-ാം തീയതി വരെ പൂർണ്ണമാണ്. ദിനവും 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനം നടത്താം. 20,000 പേർക്ക് സ്പോട്ട് ബുക്കിങ്ങിന് അവസരമുണ്ട്. ദിനവും 90,000-ഓളം ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തുന്നത്.
ആദ്യ ദിനം മരക്കൂട്ടം വരെ നീണ്ട ക്യൂവിൽ നിയന്ത്രണത്തിന് ആവശ്യമായ പോലീസുകാർ ഇല്ലാഞ്ഞത് പാളിച്ചയായി. ഇന്നു മുതൽ ഡിസംബർ 27 വരെയാണ് മണ്ഡല ഉത്സവകാലം. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഡിസംബർ 30 തുറക്കും. 2026 ജനുവരി 14 മകരവിളക്ക്. അമൃത ന്യൂസ്, സന്നിധാനം. അധികാരം ഉപയോഗിച്ച് മാനവികതയ്ക്കുമേൽ ആക്രമണം നടത്തിയെന്നാരോപിച്ച് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. ബംഗ്ലാദേശ് കുറ്റകൃത്യ ട്രിബ്യൂണൽ കോടതി ശിക്ഷ വിധിച്ചപ്പോൾ അതിനെ ചരിത്രവിധിയെന്നാണ് അവിടുത്തെ സർക്കാർ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇത് തന്റെ പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമെന്നായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പ്രതികരണം. ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. ഹസീന എവിടെയാണെങ്കിലും വിധി നടപ്പാക്കുമെന്ന് മുഹമ്മദ് യൂനിസ് സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യയുമായി അങ്ങേയറ്റം സൗഹൃദം സ്ഥാപിച്ചിരുന്ന ബംഗ് ബന്ധു എന്ന് തന്നെ വിളിപ്പേരുണ്ടായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രിയപുത്രി ഷെയ്ഖ് ഹസീന കഴിഞ്ഞ വർഷം ജൂലൈ 15 ഓഗസ്റ്റ് 15 ഇടയിൽ നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ അതിക്രൂരമായ കൊലപാതകങ്ങളടക്കം നടത്തി എന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് ബംഗ്ലാദേശിലെ ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഹസീനയുടെ കാലത്തെ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമലിനെതിരെയും പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ജനറൽ ചൌധരി അബ്ദുള്ള അൽ മാമൂൻ എന്നിവർക്കും കോടതി വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ശിക്ഷാ പ്രഖ്യാപനത്തിന് പിന്നാലെ ഷെയ്ഖ് ഹസീനയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു ഓഡിയോ സന്ദേശം അവാമി ലീഗ് പ്രവർത്തകർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. തന്റെ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാനാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ശ്രമിക്കുന്നതെന്നും എന്നാൽ അവർ കരുതും പോലെ അതത്ര എളുപ്പമല്ല എന്നോർത്താൽ നല്ലതെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ശിക്ഷാവിധിക്ക് പിന്നാലെ ബംഗ്ലാദേശ് വീണ്ടും കലാപ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. വീഡിയോ സന്ദേശത്തിന് പിന്നാലെ രാജ്യത്ത് വിവിധയിടങ്ങളിൽ അവാമി പ്രവർത്തകർ സംഘടിച്ച് പ്രതിഷേധിച്ചതായും സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ വെടിവയ്പുണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 2018 സംവരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയതോടെ രാജ്യത്തിന് തികച്ചും അനഭിമതയായി തീർന്ന ഷെയ്ഖ് ഹസീന 2024 സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ടു. പിന്നാലെ ഇന്ത്യയിലേക്ക് രാഷ്ട്രീയ അഭയം തേടി. ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശ് ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചുവെങ്കിലും രാഷ്ട്രീയ അഭയ ഉടമ്പടികൾ അനുസരിച്ച് ഹസീനയെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് വിട്ടുകൊടുക്കാനോ വധശിക്ഷ നടപ്പിലാക്കാനോ കഴിയില്ല. എന്നാൽ ഷെയ്ഖ് ഹസീന എവിടെയാണെങ്കിലും വിധി നടപ്പാക്കുമെന്നാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് വ്യക്തമാക്കുന്നത്. നിലവിൽ മുഹമ്മദ് യൂനിസാണ് ബംഗ്ലാദേശിലെ സർക്കാരിന്റെ തലപ്പത്ത് എങ്കിൽ കൂടിയും കോടതികളുടെ അടക്കം യഥാർത്ഥ നിയന്ത്രണം ചില സ്ഥാപിത താൽപര്യക്കാരുടെ കൈവശമാണെന്ന ആരോപണം ശക്തമാണ്. മാർച്ചിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യത്ത് കാലുകുത്താനോ മത്സരിക്കാനോ കഴിയില്ല. ഇതോടെ അവാമി ലീഗിനെ മുച്ചൂടും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇടക്കാല സർക്കാർ നടത്തുന്നത്. എന്തായാലും അയൽരാജ്യത്തെ അശാന്തിയെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്കെതിരെ അതിക്രൂരമായ അടിച്ചമർത്തലിലാണ് ഷെയ്ഖ് ഹസീന ഉത്തരവിട്ടത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് 1400-ലേറെ പേരാണ് സുരക്ഷാ സേനയുടെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത്. ഷെയ്ഖ് ഹസീനയുടെ വധശിക്ഷാ വിധിയിൽ ആശ്വാസമെങ്കിലും ഒരിക്കലും മാപ്പർഹിക്കാത്ത കൊടും ക്രൂരതയാണ് തങ്ങളോട് ചെയ്തതെന്നാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ പ്രതികരിക്കുന്നത്. വർഷങ്ങളോളം നീണ്ടുനിന്ന അടിച്ചമർത്തലുകളുടെയും സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിന്റെ വിയോജിപ്പിന്റെയും അസ്വസ്ഥതകളുടെയും പൊട്ടിത്തെറിയായിരുന്നു 2024 ജനകീയ പ്രക്ഷോഭങ്ങൾ. അഴിമതിയും ക്രമക്കേടുകളും പക്ഷപാത നിലപാടുകളുമെല്ലാം ബംഗ്ലാ ജനതയെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തിയിരുന്നുവെങ്കിലും പ്രതിഷേധങ്ങൾ വലിയ തലത്തിലേക്ക് രാജ്യവ്യാപകമായി തീർന്നത് 2018 സംവരണ സംവിധാനത്തിൽ ഷെയ്ഖ് ഹസീന സർക്കാർ വരുത്തിയ മാറ്റങ്ങളാണ് പൊട്ടിത്തെറിക്ക് തീകൊളുത്തിയത്. ബംഗ്ലാദേശിലുള്ള മുഴുവൻ സർക്കാർ ജോലികളിലെയും 30% സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സംവരണം ചെയ്തു. കൂടാതെ 10% സ്ത്രീകൾക്ക്, 10% പിന്നാക്ക വിഭാഗങ്ങൾക്ക്, 5% നേറ്റീവ് കമ്മ്യൂണിറ്റി വിഭാഗങ്ങൾക്കും 1% ഭിന്നശേഷി വിഭാഗത്തിനുമായി വിഭജിച്ചു. ബാക്കി 46% കോട്ടയാക്കി. ഈ ക്വാട്ട സംവിധാനത്തിലൂടെ അവാമി ലീഗിലുള്ള പാർട്ടി പ്രവർത്തകർക്കാണ് കൂടുതൽ സർക്കാർ ജോലികൾ കിട്ടുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. ആദ്യഘട്ടത്തിൽ പ്രതിഷേധങ്ങളെ സംവരണാനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിലൂടെ ഷെയ്ഖ് ഹസീന സർക്കാർ നേരിട്ടു. എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞും രാജ്യത്ത് പ്രതിഷേധങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ നിഷ്ഠൂരം കൊലപ്പെടുത്തി. സംവരണം വെട്ടിക്കുറച്ച നടപടി ശരിയല്ല എന്നും 30% സംവരണം തിരിച്ചുകൊണ്ടുവരണമെന്നും ബംഗ്ലാദേശ് ഹൈക്കോടതി ഉത്തരവിട്ടുവെങ്കിലും ഹസീന സർക്കാർ അത് മുഖവിലക്കെടുത്തില്ല. കൂടുതൽ ആളുകൾ സർക്കാരിനെതിരെ രംഗത്തിറങ്ങാതിരിക്കാൻ പ്രതിഷേധക്കാരെ പീഡിപ്പിക്കുന്നതടക്കമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചു. കുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളുടെ കൊലപാതകം ബംഗ്ലാദേശ് ജനതയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. പ്രതിഷേധങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയപ്പോഴാണ് 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന അധികാരം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. ഒരു വർഷക്കാലത്തിലേറെയായിട്ടും ഷെയ്ഖ് ഹസീനയോ അവാമി ലീഗോ തങ്ങളുടെ ചെയ്തികളിൽ ഒരു തവണ പോലും പശ്ചാത്താപം പ്രകടിപ്പിച്ചില്ല എന്നത് ബംഗ്ലാ ജനതയെ ചൊടിപ്പിക്കുന്നു. ഹസീനയുടെ വധശിക്ഷയിലൂടെ മാത്രമേ തങ്ങൾക്ക് നീതി നടപ്പാകൂ എന്ന് വിശ്വസിക്കുന്ന ജനത പക്ഷേ അത് എങ്ങനെ നടപ്പിലാക്കുമെന്ന ചോദ്യം ഉയർത്തുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.
ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയ ഇന്ത്യ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ബംഗ്ലാദേശിലെ സമാധാനവും ജനങ്ങളുടെ താൽപ്പര്യവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധം എന്നാണ് ഇന്ത്യയുടെ പ്രതികരണം. ഈ വിധി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5-ന് രാജ്യവ്യാപകമായി നടന്ന വൻ പ്രതിഷേധങ്ങളെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തതു മുതൽ ഷെയ്ഖ് ഹസീന ഡൽഹിയിലാണ് താമസിക്കുന്നത്. അവരെ കൈമാറണമെന്ന് ധാക്ക ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിലും ഇതുവരെ ഇന്ത്യ ചെവിക്കൊണ്ടിട്ടില്ല. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കുറ്റവാളി കൈമാറ്റ ഉടമ്പടി ഉണ്ടെങ്കിലും ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് സങ്കീർണമായ സാഹചര്യമാണ്. ഹസീനയ്ക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണങ്ങളും വധശിക്ഷാവിധി വന്ന പശ്ചാത്തലത്തിൽ അവരുടെ വ്യക്തിപരമായ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും കേന്ദ്ര സർക്കാരിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. അടുത്തിടെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് ഹസീനയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഒരു ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചത്. അതേസമയം മാർച്ചിൽ ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളെ പിന്തുണയ്ക്കുന്നുവെന്നും ജനവിധിക്ക് ശേഷം ഏത് സർക്കാർ അധികാരത്തിലെത്തിയാലും അതിനൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. ഹസീനയുടെ രാഷ്ട്രീയ അഭയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പലപ്പോഴും വ്യക്തമായ രീതിയിലല്ല കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുള്ളത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നിയമപരമായ വിഷയങ്ങളായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 2 അയൽരാജ്യങ്ങൾക്കിടയിൽ കൂടിയാലോചനകൾക്കു ശേഷം പ്രതികരിക്കാമെന്നാണ് വിക്രം മിശ്രിയുടെ പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. എത്ര കിട്ടിയാലും പഠിക്കാത്ത പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂർ സൂചന മാത്രമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അവസരം തന്നാൽ അയൽ രാജ്യത്തോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡൽഹി ഭീകരാക്രമണത്തിൽ ശക്തമായ അന്വേഷണത്തിലാണ് NIA. അറസ്റ്റിലായ അമീർ റാഷിദ് അലി 10 ദിവസം NIA കസ്റ്റഡിയിലാണ്. ആക്രമണത്തിൽ ഇയാൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് വിവരം. ഡൽഹി ഭീകരാക്രമണത്തിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ചാവേർ ഉമർ നബിക്ക് വേണ്ടി കാർ വാങ്ങിയ ജമ്മുകശ്മീർ പാമ്പോർ സ്വദേശി അമീർ റാഷിദ് അലിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത്. ഇന്ന് ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കിയ റാഷിദ് അലിയെ 10 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടു. ആക്രമണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഇതിന്റെ ഭാഗമായാണ് റഷീദ് അലി ഡൽഹിയിലെത്തി കാർ വാങ്ങി കൈമാറിയതെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. റഷീദ് വാങ്ങിയ i20 വാഹനം ഉപയോഗിച്ച് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയത്. 13 ജീവനുകളാണ് ഭീകരാക്രമണത്തിൽ പൊരിഞ്ഞത്. റഷീദിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുണ്ടെന്നും മുഖ്യ സൂത്രധാരനിലേക്ക് എത്താൻ റഷീദിനെ കസ്റ്റഡിയിൽ വേണമെന്നുമുള്ള അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി പൂർണ്ണമായും അംഗീകരിച്ചു. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ മുസഫർ അഹമ്മദ് റാത്തൂർ ഇപ്പോഴും ഒളിവിലാണ്. നിലവിൽ NIAയുടെ കസ്റ്റഡിയിലുള്ള ഡോക്ടർ ആദിൽ അഹമ്മദിന്റെ സഹോദരനാണ് ഡോക്ടർ മുസഫർ. ഇയാൾ നിലവിൽ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്നാണ് വിവരം. പദ്ധതികൾ ആസൂത്രണം ചെയ്ത ശേഷം ഓഗസ്റ്റ് അവസാനത്തോടെ ഇയാൾ രാജ്യം വിട്ടുവെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ചാവേറായി പൊട്ടിത്തെറിച്ച ഉമർ നബി, നിലവിൽ അറസ്റ്റിലായ അൽഫലാ സർവകലാശാലയിലെ ഡോക്ടർ മുസമ്മൽ ഷെയ്ഖ് എന്നിവർ മുസഫറിനൊപ്പം തുർക്കി സന്ദർശിച്ചിരുന്നു. ഇവിടെ വെച്ച് ഭീകരവാദ സംഘടനയുടെ നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതേസമയം ഡൽഹിയിൽ ഭീകരവാദികൾ ലക്ഷ്യമിട്ടത് മുംബൈ രീതിയിലുള്ള സ്ഫോടനമെന്നും സ്ഫോടക വസ്തുക്കളുമായി ഡോക്ടർമാർ അറസ്റ്റിലായതാണ് നിർണായകമായതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഡോക്ടർ ഷെഹിൻ സെയ്ദാണ് ആക്രമണത്തിന് കൂടുതൽ നിർദ്ദേശങ്ങളും പദ്ധതികളും ഒരുക്കിയത്. ലഷ്കർ-ഇ തോയ്ബയുമായി ഷെഹിൻ നേരിട്ട് ബന്ധപ്പെട്ടുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തൽ. സ്ഫോടനത്തിന് സഹായം നൽകിയ നിരവധി ആളുകളെ ഇനിയും പിടികൂടാനുണ്ട്. അതിനിടെ പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രംഗത്തെത്തി. ഒരു അവസരം തന്നാൽ അയൽ രാജ്യത്തോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. तो आगे आने वाले हालात कैसे होंगे ये इसके बारे में हम पूरी तैयारी करके बैठे हुए हैं और अगर कोई ऐसा हमें मौका देता है पाकिस्तान तो हम उसको भरपूर एक शिक्षा प्रदान करना चाहेंगे उसको कि कैसे एक जिम्मेवार नेशन को अपने पड़ोसियों से बिहेव करना चाहिए. ഓപ്പറേഷൻ സിന്ദൂർ സൂചന മാത്രമാണെന്നും വലിയ തിരിച്ചടികൾ നൽകാൻ രാജ്യം സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു ഭീഷണിക്കും മുന്നിൽ രാജ്യം കീഴടങ്ങില്ല എന്നും ഭീകരവാദികളെയും അവരെ സഹായിക്കുന്നവരെയും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹി ഭീകരാക്രമണത്തിൽ ഉമർ നബിക്കും കൂട്ടർക്കും സഹായം ചെയ്ത ഒരാൾ കൂടി ഇന്ന് അറസ്റ്റിലായി. ജമ്മു കശ്മീർ അനന്ത്നാഗ് സ്വദേശിയായ ജസിർ ബിലാൽ വാനിയെയാണ് NIA അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിന് സാങ്കേതിക സഹായം ചെയ്തു കൊടുത്തത് ഇയാളാണ്. ആക്രമണത്തിനായി ഡ്രോണുകളും രൂപപ്പെടുത്തി. റോക്കറ്റുകൾ നിർമ്മിച്ച് ആക്രമണം നടത്താനും ഇവർ പദ്ധതിയിട്ടിരുന്നു. മക്കയിൽ ഇന്ത്യൻ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച വാഹനം കത്തിമരിച്ച ഇന്ത്യൻ ഉംറ തീർത്ഥാടകരുടെ എണ്ണം 45ആയി. മരിച്ചവർ ഏറെയും
സ്ത്രീകളും കുട്ടികളുമാണ്. സൗദി സിവിൽ ഡിഫൻസ് എത്തി തീ അണച്ചുവെങ്കിലും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ്. തിരിച്ചറിയൽ നടപടികൾ വൈകും. വിശുദ്ധ മക്കയിൽ നിന്ന് ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കി മദീനയിലേക്ക് പുറപ്പെട്ട ഹൈദരാബാദിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മദീനക്കും ബദറിനും അടുത്ത് മുഫ്രിഹാത്ത് എന്ന സ്ഥലത്ത് വെച്ച് ഞായറാഴ്ച രാത്രി 11 മണിക്കാണ് ബസ് എണ്ണ ടാങ്കറുമായി കൂട്ടിയിടിച്ച് തീ പിടിച്ചത്. ഹൈദരാബാദിൽ നിന്നുള്ള 54 അംഗ ഉംറ തീർത്ഥാടക സംഘത്തിൽ 46 പേരാണ് അപകടത്തിൽപ്പെട്ട ബസ്സിലുണ്ടായിരുന്നത്. ഇതിൽ 25 വയസ്സുള്ള അബ്ദുൽ സുഹൈബ് മുഹമ്മദ് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇദ്ദേഹം സൗദി ജർമ്മൻ ആസ്പത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിക്കുകയും ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു. റിയാദിലെ ഇന്ത്യൻ എംബസിയും ജിദ്ദ കോൺസുലേറ്റും സൗദി അധികൃതരുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സംഭവവുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. മക്കയിലുണ്ടായ അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. തന്റെ പ്രാർത്ഥനകൾ മരിച്ചവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണെന്ന് പ്രധാനമന്ത്രി അനുശോചിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവരും അനുശോചനം അറിയിച്ചു. അപ്രതീക്ഷിതമായ അപകടം വല്ലാത്ത ഞെട്ടലുണ്ടാക്കിയെന്ന് ഡൽഹി ഹജ്ജ് കമ്മിറ്റി ചെയർപേഴ്സൺ കൗസർ ജഹാൻ പ്രതികരിച്ചു. അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി തെലങ്കാന വഖഫ് ബോർഡ് ചെയർമാൻ സയ്യിദ് അസ്മത്തുള്ള ഹുസൈനി മരിച്ച 18 പേർ ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണെന്ന് വെളിപ്പെടുത്തി. ഉംറ തീർത്ഥാടകരുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ദുഃഖം രേഖപ്പെടുത്തി. തെലങ്കാന മന്ത്രി മുഹമ്മദ് അസറുദ്ദീൻ, സിനിമാ താരം ചിരഞ്ജീവി എന്നിവരും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.